എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫോർത്ത് അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും. നാളെ വൈകുന്നേരത്തോടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് അതായത് 24-ാം തീയതി പ്രസിദ്ധീകരിക്കുന്ന ഈ ഒരു അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഓരോ കോളേജിലും ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലേക്കായിട്ട് എത്ര വേക്കൻസി വീതമാണ് ഒഴിവുള്ളത് എന്നുള്ള വിവരം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഡൗൺലോഡ്സിൽ നിന്നും ഈ ഒരു ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു PDF പ്രകാരം പറഞ്ഞിട്ടുള്ളത് ഈ ഒരു PDF നിങ്ങൾക്ക് കാണാം. കോട്ട എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. EWS എന്ന് പറഞ്ഞാൽ ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ അത് എക്കണോമിക്കലി വീക്കർ സെക്ഷനാണ്. അതുപോലെ തന്നെ SM എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് മെറിറ്റ്, EZ എന്ന് പറഞ്ഞാൽ EWA. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓരോ കാറ്റഗറിയുടെ, അതായത് MG എന്ന് പറഞ്ഞാൽ ഈ ഒരു മാനേജ്മെൻറ്റ് കോട്ട, ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏത് കാറ്റഗറിയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ അതിൻ്റെ ഒരു കാറ്റഗറിയുടെ ഫുൾ ഫോം നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഓരോ കോളേജിൻ്റെ കോഡ് കൊടുത്തത് കാണാം. അതുപോലെ കോളേജിൻ്റെ നെയിം, അതുപോലെ തന്നെ കോഴ്സ്, അതുപോലെ കോട്ട ഏതാണ്, അതുപോലെ അവിടെ വേക്കൻസി ആ ഒരു കാറ്റഗറി, അതായത് ആ ഒരു കോട്ടയിൽ എത്ര സീറ്റാണ് വേക്കൻസി ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ഈ രീതിയിൽ പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയത്ത് ഇവിടെ ഈ ഒരു ബാച്ചലർ ഓഫ് കാർഡിയോ വസ്കുലാർ ടെക്നോളജി, അതായത് BCVT കോഴ്സിൽ SC വിഭാഗക്കാർക്ക് ഒരു സീറ്റ് വേക്കൻസി ഉണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഓരോ കോളേജിലും എത്ര വീതം വേക്കൻസീസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നൽകിയത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഓരോ കോളേജിലും എത്ര വീതം, ഓരോ കോഴ്സുകൾക്ക് എത്ര വീതം വേക്കൻസി ഓരോ കോഴ്സുകൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്കിത് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതാണ്. ഏകദേശം 23 പേജ് ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് നിങ്ങൾക്ക് എത്ര വീതം വേക്കൻസീസ് ഓരോ കോളേജിലും വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ SM എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റേറ്റ് മെറിറ്റാണ്. LC എന്ന് പറഞ്ഞാൽ ലാറ്റിൻ കത്തലിക് ആണ്, അതായത് ക്രിസ്ത്യൻ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ്. MU എന്ന് പറഞ്ഞാൽ മുസ്ലിം ആണ്. അതുപോലെ തന്നെ ഈ ഒരു EZ എന്ന് പറഞ്ഞാൽ EWA ആണ്. ഈ ഒരു രീതിയിൽ VK എന്ന് പറഞ്ഞാൽ വിശ്വകർമ്മ. ഈ ഒരു രീതിയിൽ ഓരോ കാറ്റഗറിയിലും എത്ര വീതം സീറ്റുകൾ ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ഇതിൽ നൽകിയത് കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ എത്ര വേക്കൻസി ഉണ്ട് എന്നറിയാൻ വേണ്ടി പരിശോധിച്ച് നോക്കാവുന്നതാണ്. ഓരോ കോഴ്സിൻ്റെയും അതുപോലെ ഓരോ കോളേജിലും ഓരോ കാറ്റഗറിയിലും എത്ര വീതം സീറ്റുകൾ ആണ് ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ സൂചിപ്പിച്ചത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ ജോസ്കോ കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോളേജ് നോക്കുന്ന സമയത്ത് BSc നഴ്സിംഗിന് തന്നെ നിങ്ങൾക്ക്, അതായത് വിവിധ കാറ്റഗറിയിലായിട്ട്, അതായത് EZ കാറ്റഗറിയിൽ 2, SMൽ 5, അതുപോലെ MUവിൽ 1, അതുപോലെ SCയിൽ 1, അതുപോലെ തന്നെ MQയിൽ 3. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓരോ കോളേജിലും അതായത് വിവിധ കാറ്റഗറിയിൽ സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ കൊടുത്തത് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് ഓരോ കോളേജിലും ഏതൊക്കെ കോഴ്സുകൾക്ക്, അതുപോലെ തന്നെ ഒരു കോഴ്സിൽ തന്നെ ഏതൊക്കെ കോട്ടകളിൽ വേക്കൻസി ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റ് പരിശോധിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വേക്കൻസികളിലേക്കാണ് അതായത് ഫോർത്ത് അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് നിലവിൽ ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു സീറ്റുകളിലേക്ക് നിങ്ങൾക്ക്, അതായത് അവിടെ അലോട്ട്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. അതായത് ഈ ഒരു കാറ്റഗറി വൈസ് സീറ്റിലേക്ക് നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് നാളെ പരിശോധിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ ഇവിടെ വേക്കൻസി ലിസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുത്ത് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നാളെ വൈകുന്നേരത്തോടെ നിങ്ങൾക്ക് ഈ ഒരു ഫോർത്ത് അലോട്ട്മെൻറ്റ് അറിയാവുന്നതും, അലോട്ട്മെൻറ്റ് ആദ്യമായിട്ട് കിട്ടുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത് വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച ശേഷം അഡ്മിഷൻ നേടിയിട്ട് വിദ്യാർത്ഥികൾ ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു കോളേജ് മാറ്റം കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആദ്യം കിട്ടിയുള്ള ആ ഒരു സീറ്റ് നഷ്ടപ്പെടുന്നതും പുതിയ കോളേജിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പുതുതായിട്ട് ഏതെങ്കിലും ഒരു കോളേജിലേക്ക് മാറ്റം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കോളേജിൽ വിദ്യാർത്ഥികൾ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഘട്ടം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അലോട്ട്മെൻറ്റ് ലഭിച്ച ശേഷം അഡ്മിഷൻ എടുക്കാതിരിക്കുകയാണെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഏതെങ്കിലും ഒരു കോളേജിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് വഴി അലോട്ട്മെൻറ്റ് കിട്ടി ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇനി മറ്റൊരു കോഴ്സിലേക്കോ മറ്റോ മാറ്റം ലഭിക്കുമോ എന്ന് അറിയാനായിട്ട്, അത് പരിശോധിക്കാനായിട്ട് നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ NOC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അത് കോളേജിൽ നിന്ന് വാങ്ങിയ ശേഷം പിന്നീടുള്ള LBSൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്താണ് ഈ ഒരു NOC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നാൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ചില കോളേജുകൾ NOC സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് തരില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ ആ ഒരു കോളേജുകളിൽ അഡ്മിഷൻ എടുത്ത് അവിടെ തന്നെ പഠിക്കേണ്ടതായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥി ചോദിച്ചതായിരുന്നു, കോളേജിൽ നിന്ന് ചോദിച്ച സമയത്ത് NOC സർട്ടിഫിക്കറ്റ് തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയെങ്കിൽ LBS വഴി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്, പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് NOC സർട്ടിഫിക്കറ്റ് തരാത്ത ഒരു കോളേജ് ആണ് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് വേറെ, അതായത് LBS വഴി ഒന്നും മറ്റൊരു, അതായത് അവിടെ നിന്ന് ഈ ഒരു NOC സർട്ടിഫിക്കറ്റ് തരാൻ വേണ്ടി പറയാനായിട്ട് പറ്റുന്നതല്ല. കാരണം ഈ ഒരു കോളേജിൽ നിങ്ങൾക്ക് NOC സർട്ടിഫിക്കറ്റ് തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ ഒരു LBSൽ
കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് പറയുക ഇപ്രകാരമാണ്. അതായത് ഈ ഒരു NOC സർട്ടിഫിക്കറ്റ് തരിക എന്നുള്ളത് പ്രത്യേകിച്ച് നിർബന്ധമുള്ളതല്ല. എന്നാൽ അത് ചില കോളേജിൽ ഈ ഒരു NOC സർട്ടിഫിക്കറ്റ് തരാതിരിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് ഈ ഒരു LBSൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള വിവരം. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളോട് ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് തന്നെ പ്രത്യേകം സൂചിപ്പിച്ചതാണ്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുള്ള കോളേജുകളും കോഴ്സുകളും മാത്രമേ ഓപ്ഷൻ കൊടുക്കാവൂ എന്നുള്ളത്. കാരണം ചില കോളേജ് നിങ്ങൾക്കിപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ കൂടി നിങ്ങൾ ആ ഒരു കോളേജിൽ പോയിട്ട് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരികയും അതുപോലെ തന്നെ ചില കോളേജ് NOC സർട്ടിഫിക്കറ്റ് തന്നിട്ടില്ലെങ്കിൽ ആ ഒരു കോളേജിൽ തന്നെ നിങ്ങൾ തുടർന്ന് പഠിക്കേണ്ടതായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഏതെങ്കിലും ഒരു കോളേജിൽ ജോയിൻ ചെയ്തിട്ടുള്ള അതുപോലെ തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റ് അതായത് ഏതെങ്കിലും ഒരു കോളേജിൽ ജോയിൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കോളേജിൽ നിന്നും NOC സർട്ടിഫിക്കറ്റ് തരുമോ എന്നുള്ള കാര്യം ചോദിച്ച് മനസ്സിലാക്കാവുന്നതും NOC സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് തുടർന്ന് വരുന്ന സ്പെഷ്യൽ അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നതാണ്. എന്നാൽ NOC സർട്ടിഫിക്കറ്റ് തരാത്ത ഒരു കോളേജിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ എടുക്കുന്നത് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു കോളേജിൽ തന്നെ തുടർന്ന് പഠിക്കേണ്ടതായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് NOC എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് തരണം എന്നുള്ളത് കോളേജുകൾക്ക് നിർബന്ധമുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അഥവാ ചില കോളേജ് NOC സർട്ടിഫിക്കറ്റ് തന്നിട്ടില്ല എങ്കിൽ കൂടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. അത് കോളേജിൻ്റെ തീരുമാനമാണ് NOC സർട്ടിഫിക്കറ്റ് തരണോ വേണ്ടയോ എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളോട് താല്പര്യമുള്ള കോളേജും കോഴ്സുകളും മാത്രമേ വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താവൂ എന്നുള്ളത് ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളതായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് സെപ്റ്റംബർ 24-ാം തീയതി അറിയാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ ഒരു LBS വെബ്സൈറ്റ് ലോഗിൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ ഏത് കോളേജിൽ ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതും അതുപോലെ തന്നെ ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ആ ഒരു പേജിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ സഹിതം അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഏതെങ്കിലും ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയും അതിനുശേഷം അവിടെ അഡ്മിഷൻ എടുത്ത് ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ വീണ്ടും പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പുതിയൊരു കോളേജിലേക്ക് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ആദ്യം ഫീസ് അടച്ച ആ ഒരു കോളേജിൽ നിന്നും നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും അതുപോലെ ഫീസും ഒക്കെ തിരികെ വാങ്ങി പുതിയ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ അഡ്മിഷൻ ടൈമും അതുപോലെ തന്നെ ഈ ഒരു ബാക്കിയുള്ള ഡീറ്റെയിൽസുകളും വിദ്യാർത്ഥികളെ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.